नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 902. ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനും ജീവാത്മാക്കളും അവരവരുടെ ആദിമസ്ഥിതിയിൽ പ്രത്യക്ഷമാകും. ജ്വലിക്കുന്ന അഗ്നിയിലെ ജീവത്തായ സ്ഫുലിംഗങ്ങൾ പോലെ. എന്നാൽ ഭൗതിക ലോകത്ത് ഭഗവാൻ തൻ്റെ അരൂപമായ ഭാവത്തിൽ സർവവ്യാപിയാണെങ്കിലും ജീവാത്മാക്കൾ അവരുടെ കൃഷ്ണാവബോധം മറന്നു കഴിഞ്ഞിരിക്കുന്നു. ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നു നിപതിച്ച സ്ഫുലിംഗങ്ങൾ അവയുടെ ആദിമ തേജസ് നഷ്ടപ്പെടുന്നതുപോലെ ചില സ്ഫുലിംഗങ്ങൾ ഉണങ്ങിയ പുല്ലിൽ വീണ് മറ്റൊരു തീ കൊളുത്തുന്നു. നിർദോഷികളും ദരിദ്രരുമായ ജീവാത്മാക്കളോടു അനുകമ്പ കാണിക്കുന്ന നിർമ്മല ഭക്തരെക്കുറിച്ചാണ് ഈ പരാമർശം. നിർമ്മല ഭക്തന്മാർ ബദ്ധാത്മാക്കളുടെ ഉള്ളിൽ കൃഷ്ണാവബോധം പ്രോജ്വലിപ്പിക്കുന്നു. അങ്ങനെ ആത്മീയ ലോകത്തെ ജ്വലിക്കുന്ന അഗ്നി ഭൗതിക ലോകത്തുപോലും പ്രത്യക്ഷമാകുന്നു. ചില തീപ്പൊരികൾ വെള്ളത്തിൽ വീഴുന്നു. അതോടെ അവയുടെ ആദ്യത്തെ തിളക്കം നഷ്ടപ്പെട്ടു മിക്കവാറും കെട്ടുപോകുകയും ചെയ്യുന്നു. കടുത്ത ഭൗതികവാദികളുടെ ഇടയിൽ പിറന്നുവീഴുന്ന ജീവാത്മാക്കളോടു ഇതിനെ ഉപമിക്കാം. അവിടെ അവരുടെ കൃഷ്ണാവബോധം മിക്കവാറും അണഞ്ഞു പോകുന്നു. മറ്റു ചില സ്ഫുലിംഗങ്ങൾ തറയിൽ വീണു ജ്വലനത്തിനും അണയലിനും ഇടയ്ക്കു കഴിയുന്നു. അങ്ങനെ ചില ജീവാത്മാക്കൾ കൃഷ്ണാവബോധമില്ലാത്തവയും മറ്റു ചിലത് കൃഷ്ണാവബോധം ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന അവസ്ഥയിലും എത്തിപ്പെടുന്നു. മൂന്നാമതൊരു വിഭാഗം തികച്ചും കൃഷ്ണാവബോധമുള്ളവരായിരിക്കും. ഉപരിലോകങ്ങളിലെ ബ്രഹ്മദേവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ തുടങ്ങിയ ദേവന്മാരെല്ലാം കൃഷ്ണാവബോധമുള്ളവരാണ്. മനുഷ്യ സമൂഹം ദേവന്മാർക്കും മൃഗങ്ങൾക്കും ഇടയ്ക്കു വർത്തിക്കുന്നതിനാൽ ചിലരൊക്കെ ഏറെക്കുറെ കൃഷ്ണാവബോധമുള്ളവരാണെന്നു പറയാം. ചിലർ കൃഷ്ണാവബോധം പാടെ വിസ്മൃതിയിൽ തള്ളിയിരിക്കുന്നു. മൃഗങ്ങൾ, ചെടികൾ, വൃക്ഷങ്ങൾ, ജലജന്തുക്കൾ എന്നീ മൂന്നാംകിടയിലുള്ള ജീവാത്മാക്കൾ മുഴുവൻ കൃഷ്ണാവബോധം പൂർണ്ണമായും മറന്നു കഴിഞ്ഞിരിക്കുന്നു. വിവിധ തരത്തിൽപ്പെട്ട ജീവാത്മാക്കളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേദങ്ങളിൽ കാണിച്ചിരിക്കുന്ന ഈ അഗ്നിസ്ഫുലിംഗത്തിൻ്റെ ഉദാഹരണം തികച്ചും യുക്തമാണ്.
എന്നാൽ മറ്റുള്ള ജീവാത്മാക്കൾക്കൊക്കെ ഉപരിയായി പരമപുരുഷനായ കൃഷ്ണൻ അഥവാ പുരുഷോത്തമൻ നിലകൊള്ളുന്നു. അദ്ദേഹമാകട്ടെ സമസ്ത ഭൗതികാവസ്ഥകൾക്കും എപ്പോഴും അതീതനാണു താനും. ഹരേ കൃഷ്ണ.